സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നത്തിനിറങ്ങും എന്ന് പറഞ്ഞ് KC വേണുഗോപാലിനെതിരെ എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് സതീശൻ തന്നെ ഇവിടെ വരണം. ഒരു കേസ് വന്നതിനും കാര്യമൊന്നുമില്ല. ഈ 5 വർഷം അയാൾ അധ്വാനം കൊണ്ടാണ് കേരളം കിട്ടാൻ കാരണം. വേറെ ആരല്ല. എരിക്കൂറ് ഇപ്പൊ സജി ജോസഫ് ഉള്ളത് കേസ് വന്നിട്ട് ഒരു കാര്യം അവിടെ നടക്കൂല. അത് ഇരിക്കൂർ അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. ജയിക്കാൻ പെടുകയില്ല. ഇവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് അങ്ങനെ കേസിക്ക് ജയിച്ചു പോകാനാവൂല. അബുദാബിന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അന്ന് അയാളെ പ്രസ്താവനയിൽ സതീശനാണ് മുഖ്യമന്ത്രി. 5 കൊല്ലം കഷ്ടപ്പെട്ട് ഇത്രയും ഇതാക്കിയിട്ട് പിന്നെ സതീശൻ വരണമെന്ന് പറഞ്ഞാൽ അത് പറ്റൂല. നമുക്ക് സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അയാള് രാഘുബായിനെ അധ്വാനിച്ചിട്ടായതാന്ന് അല്ല കിട്ടൂല. 5 കൊല്ലം അയാളെ പോയെന്ന് ഇതായതാ. ഷാപ്പി പറമ്പു അയാള്. അതുകൊണ്ട് സതീശൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് കിട്ടണം. നമുക്ക് കേസ് പോയടത്തൊക്കെല്ലാം പ്രശ്നമാണ്. കർണാടകത്തിലായാലും ശരി, മറ്റേത് സ്റ്റേറ്റിൽ പോയാലും അവിടെയെല്ലാം ഉപമുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടേ ഉള്ളൂ. അത് ഇവിടെ വേണ്ട. ഇവിടെ ഒരു മുഖ്യമന്ത്രിയെ വേണ്ടു. അത് ഉണ്ടെങ്കിൽ VD സതീശൻ മാത്രം. 2 തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പും വേണ്ടി വരും, MLA തെരഞ്ഞെടുപ്പും വേണ്ടി വരും. 2 തെരഞ്ഞെടുപ്പ് വേണം. അത് അനാവശ്യ ചെലവല്ലേ. 100% കേസിനെ പരാജയപ്പെടുത്തി. ഇത്രമാത്രം വിദ്വേഷമുണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ. നിങ്ങൾ MLA ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിന്നാൽ പോലും ഇവിടെയുള്ള ജനങ്ങൾ കാലുവാരും. ഞാൻ കാര്യമായിട്ട് പറയാം, VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ വേണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോ. ഈ ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടോളൂ. VD സതീശൻ മുഖ്യമന്ത്രി ആകും അല്ലെങ്കിൽ ആകണം എന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള എല്ലാ UDFന്റെ സ്ഥാനാർത്ഥികളെയും ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെയുള്ള ജനവികാരം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. MLA ചിലപ്പോൾ പോക്കറ്റിലായിരിക്കും, പക്ഷെ ആ MLA പോലും ജയിപ്പിച്ച ആളുകളുടെ ലക്ഷ്യം ഒന്നായിരുന്നു എന്നുള്ളതാണ്. ഇനി KC വേണുഗോപാൽ 2025 അദ്ദേഹം ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അത് കേൾക്കണം നിങ്ങൾ. അയാൾ എത്രത്തോളം ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും. എന്നെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDFൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എന്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എന്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എന്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. പാർട്ടിയുടെ ഐക്യം ആരാ കളഞ്ഞേ? എന്നാൽ ഈ വാക്ക് ഇന്ന് പറയണം. പക്ഷെ ഇന്ന് പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. ഇന്ന് എന്ന് പറയുമ്പോൾ ഇലക്ഷന് തൊട്ട് മുൻപ് അദ്ദേഹം കൊടുത്തൊരു ബൈറ്റാണ്, കേട്ടോക്കെ. അല്ല, ഞാൻ ഒരു കാര്യം, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങാൻ. എങ്ങനെയുണ്ട്? പുറത്തു നിൽക്കുന്ന ആൾ, അതായത് MP ആയ ഞാൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നാണ് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹമൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഈ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി ഈ ഒരു സ്റ്റേജിന്റെ മുകളിലുള്ള തല്ല് നമ്മൾ എന്നും കാണാറുണ്ട് എന്നുള്ളതാണ്. ഈ തല്ല് എന്തിനാണ് അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. സീനിയേഴ്സ് ആയിട്ടുള്ള ഈ നേതാക്കന്മാരുണ്ടല്ലോ, സഖാക്കന്മാരാണെങ്കിലും ശരി, BJPയിലുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഈ സീനിയേഴ്സ് ആയ ആളുകളാണ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലായിടത്തും ഇടങ്കോൽ ഉണ്ടാക്കുന്നത് ഇവരാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഇപ്പൊ KC വേണുഗോപാൽ രാജിവെക്കണം MP സ്ഥാനത്ത് നിന്ന്, എന്നിട്ട് അവിടെ വേറൊരു ഇലക്ഷൻ നടക്കും. അതുകൂടാതെ ജയിച്ച ഒരു MLA രാജിവെപ്പിച്ച് അവിടെ മത്സരിക്കണം. ഈ 2 സ്ഥലത്തും ജയിക്കണ്ടേ? എന്ത് സംഭവിക്കും? കണ്ടറിയേണ്ടി വരും. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ ജനങ്ങൾ തോൽപ്പിക്കും. അതോടുകൂടിയിട്ട് ഇയാൾ പറയുന്നുണ്ടല്ലോ, വിഘടനം ഒരിക്കലും പാടില്ല ഈ പാർട്ടിക്ക് എന്നുള്ളത്. വിഘടിപ്പിക്കുന്ന ആരാണെന്നുള്ളത് ഒന്നും കൂടി കേൾപ്പിച്ചാൽ. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസില് അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഇപ്പോൾ ഇല്ല. എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യണം. ഇത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുന്നേ. ഞാൻ അവരവരുടെയൊക്കെ ആഗ്രഹങ്ങളെ ആർക്കും നിഷേധിക്കാൻ പറ്റും. ഇപ്പൊ രമേശ് ചെന്നിത്തല എത്രയോ വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു നിന്ന ഒരാളാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല എന്ന് പറയാം. അത്രയേ ഉള്ളൂ. അദ്ദേഹം അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അദ്ദേഹം ഈ നാടിന് വേണ്ടി എന്തൊക്കെ സംസാരിച്ചു എന്ന് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഈ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണണം. ആരാണ് KCയെ പിന്നിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. Not only VD Satisan, there are so many VD Satisan in party. Indian National Congress is a lot of leaders, bulk of leaders. Everywhere we have a very good leadership is there. Among them, you suggest like this. That's also in this. Not a particular name. Not a particular name. I suggest a formula for find out the concerned person.
So what's that formula? Can you please tell us about That is not public. That is secret. That is a secret issue. ഇദ്ദേഹത്തിന് എത്രത്തോളം വി ഡി സതീശനോട് ദേഷ്യമുണ്ടെന്ന് വ്യക്തമായിട്ട് മുന്നേ മനസ്സിലാക്കിയ എന്നുള്ളതാണ്. സ്റ്റേജിന്റെ മുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പത്രസമ്മേളനം വിളിക്കുമ്പോഴാണെങ്കിലും പലയിടങ്ങളിലും അത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഈ പാർട്ടിയെ വിഘടിപ്പിക്കരുത്. ഞങ്ങൾക്ക് ഇടതാണെങ്കിലും വലതാണെന്നുണ്ടെങ്കിലും ഈ നാട് നല്ല രീതിയിൽ ഭരിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾ തകർക്കരുത്. ഇനിയും ഒരു എ കോൺഗ്രസും ബി കോൺഗ്രസും ഉണ്ടാവരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കേണ്ട തീരുമാനം ഇവിടെയുള്ള ജനവികാരം നോക്കിയിട്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ MLA വിചാരിക്കുന്നത് പോലെ ആവരുത്. MLA ഇവിടെയുള്ള ആളുകൾ ജയിപ്പിച്ചിട്ടുള്ളത് തന്നെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഈ ഇടതുപക്ഷത്തിനെ താഴെ ഇറക്കിയിട്ട് ഇവിടെ മുഖ്യമന്ത്രി സതീശന്റെ കീഴിൽ അവർ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ നാട്ടിലുള്ള ആളുകളോട് പോലും ചോദിക്കുമ്പോൾ വി ഡി സതീശൻ എന്ന പേരല്ലാതെ KC വേണുഗോപാലിന്റെ പേര് ആരും ഉച്ചരിക്കുന്നു പോലുമില്ല. ഇനി വി ഡി സതീശൻ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു, എങ്ങനെയാണ് അദ്ദേഹത്തിന് ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറിപ്പറ്റാൻ കഴിഞ്ഞതെന്ന് ഒന്ന് കേൾക്കാം. ശ്വാസം മടക്കി പിടിച്ചിരുന്ന് കേൾക്കണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ആദ്യം നിയമസഭയിൽ കൊണ്ടുവരാൻ പോകുന്ന വിഷയം നിങ്ങളുടെ സങ്കടങ്ങളായിരിക്കും. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഒരു ഷെഡിൽ 250 കുടുംബങ്ങൾ കിടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും പോയി? പാവപ്പെട്ടവന്റെ സങ്കടം എവിടെ എന്ന് പറയുന്നത് വേറെ എവിടെ പോയി പറയും? നിങ്ങളെ പോലുള്ള മന്ത്രിമാർ ഈ ജില്ലയിൽ ഉള്ളതുകൊണ്ടാണ് ആ പാവങ്ങൾ ഇപ്പോഴും സിമന്റ് കോണോണി കിടക്കുന്നത്. ഞാൻ കൈകൾ കൂപ്പി നിങ്ങളോട് പറയുന്നു, ആ തീരപ്രദേശത്ത് താമസിക്കുന്ന ആ 250 കുടുംബങ്ങളെ നിങ്ങളൊന്ന് പുനരധിവസിപ്പിക്കാം. കേരളത്തിലെ പ്രതിപക്ഷം സമരം ചെയ്യുന്ന ആ പാവപ്പെട്ടവരുടെ കൂടെയാണ്. ഇതുപോലെ ഒരു അമ്മ വന്ന് കിടന്നിട്ട് അത് പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാ അപമാനകരമായ കാര്യമാണ്. എൻഡോസൾഫാൻ വിഷയം നിർബന്ധമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഇവിടെ ആരാണ് ഈ ഇരകളെ ഉണ്ടാക്കിയത്? ഇവിടെ സ്റ്റേറ്റാണ്. സാർ, കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആർക്കും അവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. സാർ, അടിയന്തരമായി ഒരു മനുഷ്യപരമായ പ്രശ്നമായി ഇതിന്റെ ഇടപെട്ട് നീതി നിഷേധിക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കർഷകരുടെ തലയ്ക്കുമീതെ ഇടുക്കി പോലെ പെയ്തിറങ്ങുന്ന ഒരു തീരുമാനം ഈ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു. 2.5 ലക്ഷം ഹെക്ടർ സ്ഥലമാണ്. കോട്ടയം എരുമേലിയിൽ ബഫർ സോൺ സമരം നടന്ന ഏഞ്ചൽ വാലി, പമ്പാവാലി എന്നിവിടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. പട്ടയം കിട്ടിയ ഭൂമിയിൽ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അത് വനഭൂമിയായി. ഇത് തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല. മന്ത്രിസഭ എടുത്ത ആ തീരുമാനം റദ്ദാക്കി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് വിഷ്വലൈസ് ചെയ്യും. നമ്മുടെ കുടുംബം ജീവിക്കുന്ന ഒരു പ്രദേശത്താണ് ഇതുപോലെ ആനയും കടുവയും കാട്ടുമൃഗങ്ങളും ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുമോ? വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? ഞാനിത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. ചങ്ക് പൊട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആകാശത്ത് നിന്ന് സീറ്റ് കൊണ്ടുവരും? 10,000-കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട്. ഒരു ജില്ലയുടെ മറ്റേ അറ്റത്ത് പോയി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന നായ്ക്കളുടെ ശല്യം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോ പട്ടി കടിച്ച കേസാണോ നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്ന് പരിഹസിച്ച ആളുകളുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പേവിഷബാധയേറ്റ് മരിച്ച റാന്നി പെരുന്നാട് സ്വദേശി അഭിരാമയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും തെരുവ് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത്? 16 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി പട്ടാപ്പകൽ നടുറോട്ടിൽ വെച്ച് ക്രൂരമായി അധിക്ഷേപിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവം. സർ, ആ വിഷയം, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച ഒരു വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ ക്യാമ്പയിനുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അമ്മയുടെ കൂടെ കിടന്നിറങ്ങിയ 5-8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചു കൊല്ലുക. ഈ സംസ്ഥാനത്തിന്റെ പോലീസ് ചരിത്രത്തിൽ പോലീസ് ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ പോലീസിന് ഇരട്ട നീതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒക്കെയാണ് ഫുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ പോകുന്നത്. ക്രിമിനലുകളും ഹാബിച്വൽ ഒഫൻഡേഴ്സും ഈ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണ്. വീട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയവർക്ക് ജാമ്യമുള്ള കേസ്, അടി കൊണ്ടവർക്ക് ജാമ്യമില്ലാത്ത കേസ്. ഒരു മാവേലി സ്റ്റോർ UDFന്റെ കാലത്ത് പൂട്ടിയിട്ടുണ്ടോ? റംസാൻ വിഷു ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ ഔട്ട്ലെറ്റുകൾ ശൂന്യം. കുടുംബത്തിന്റെ ബജറ്റിലുണ്ടായിരിക്കുന്ന ഈ മാറ്റം ഈ നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടും നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. കേരളത്തിൽ ഞങ്ങൾ സിൽവർ ലൈൻ നടപ്പാക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്ത് തെറ്റാണ് കുഞ്ഞു ചെയ്തത്? ആർക്കാണ് SFIക്കാർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല.
നിങ്ങളെയൊന്നും ഭയന്നല്ല ഞങ്ങൾ കഴിയുന്നത്. കേട്ടില്ലേ? ഈ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. KC വേണുഗോപാലിന്റെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്പീച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിയമസഭയെ വിറപ്പിച്ചുകൊണ്ട് VD സതീശൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കണ്ടില്ലേ? പഴയ വിജയനെ ഞങ്ങൾക്ക് പേടിയില്ല, പുതിയ വിജയനെ ഞങ്ങൾക്ക് പേടിയില്ല. പറയേണ്ട കാര്യങ്ങളൊക്കെ ആർജവത്തോടു കൂടി പറഞ്ഞ് ഈ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേറ്റിയ VD സതീശൻ അല്ലാതെ മറ്റാർക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട്? നിങ്ങൾ പറ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ്.